ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വെയിൽസിൽ പോയപ്പോൾ കണ്ട കുറച്ച് പ്ലേസ് ഇവിടെ കാണിക്കാമെന്ന് വിചാരിക്കുക. കാരണം നിങ്ങളവിടെ പോകുമ്പോൾ ഈ സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കണ്ട വാട്ടർഫോളും ഒരു സസ്പെൻഷൻ ബ്രിഡ്ജും അവിടെ കണ്ട മനോഹരമായ കാഴ്ചകളും ഒപ്പം ഞങ്ങളവിടെ പോയപ്പോൾ താമസിച്ച പ്ലേസും നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഏവർക്കും എൻ്റെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും യാത്ര ചെയ്യാനൊക്കെ താല്പര്യമാണ്. പക്ഷേ ചില ആൾക്കാർ ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്നത് അവിടുത്തെ സ്റ്റേനെ കുറിച്ചായിരിക്കും. നമ്മളെവിടെ പോയി താമസിക്കും, അത് ഷെയർഡ് അക്കോമഡേഷൻ ആണോ, ഷെയർഡ് ടോയ്ലറ്റ്സ് ആണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യും. അപ്പോൾ ഞാനും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പ്രൈവറ്റ് ബാത്റൂം, പ്രൈവറ്റ് കിച്ചൺ, അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു അക്കോമഡേഷൻ ചൂസ് ചെയ്യത്തുള്ളൂ. കാരണം ടീ ഉണ്ടാക്കാനോ എപ്പോഴും പോയി പുറത്ത് പോയി സാധനം മേടിക്കാൻ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ ഞാൻ നോർത്ത് വെയിൽസിൽ പോയപ്പോൾ ഞാൻ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചൊരു അക്കോമഡേഷനാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഈ അക്കോമഡേഷൻ എനിക്ക് റിയലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ ഫെസിലിറ്റി കൊണ്ടാണ്. അവിടെ പല ടൈപ്പിലെ അക്കോമഡേഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് റൂമിൻ്റെ എണ്ണം അനുസരിച്ചും അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ ഡിഫറെൻറ്റ് ഫെസിലിറ്റീസ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങളെടുത്തൊരു അക്കോമഡേഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഞങ്ങൾ ഈ എടുത്തിരിക്കുന്ന അക്കോമഡേഷനിൽ 3 ബെഡ്റൂം, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, പിന്നെ കഴിക്കാനായിട്ട് ഉള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഹോൾ പോലെ ഒരു ഏരിയ, കിച്ചൺ ഫെസിലിറ്റി, ഇതൊക്കെ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബിൽഡിംഗ് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഫെസിലിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ അക്കോമഡേഷൻസും ഈ കാരവാൻ മോഡലിലാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫീസ് വളരെ കുറവാണ് കേട്ടോ. ഇവിടെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ കാടിനുള്ളിൽ വന്നിരിക്കുന്നൊരു ഫീലാണ് നമുക്ക് ലഭിക്കുക. കാരണം ചുറ്റും മരങ്ങളും മാത്രമല്ല നല്ല വെള്ളച്ചാട്ടം ഒഴുകുന്നതിൻ്റെ ശബ്ദവും, അവർ തന്നെ അവിടെ ഇങ്ങനെ ചെറിയ കിളികൾക്ക് താമസിക്കാനായിട്ട് ചെറിയ ചെറിയ കൂടുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ കിളികളും അതിൻ്റെ ശബ്ദങ്ങളും ഒക്കെ ആ ഒരു സറൗണ്ടിങ്ങിൽ ഫുള്ളുണ്ട്. നമുക്കത് രാവിലെ എഴുന്നേൽക്കിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്. നമുക്ക് നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സുഖമാണ്. ഈ പ്ലേസ് ഒരു കാടിനുള്ളിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി നല്ല ഭംഗിയാണ് കേട്ടോ. 2 സൈഡിലും മലകളും മരങ്ങളും വെള്ളച്ചാട്ടവും, സൈഡിൽ കൂടെ വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട്. കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പക്ഷേ സൈഡിൽ കൂടെ വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി പോകുന്നതിൻ്റെ ശബ്ദവും ഒക്കെ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് വേറൊരു വാട്ടർഫോളിലേക്ക് എത്തി. ആ വാട്ടർഫോളിൻ്റെ പേരാണ് സ്വാലോ വാട്ടർഫോൾ. ഇത് അഗ്ലി ഹൗസിൻ്റെ അടുത്തായിട്ടാണ്. ഞങ്ങൾ ആ ഹൗസ് കാണാൻ പോയില്ല. അഗ്ലി ഹൗസ് എന്ന് പേരുണ്ടെങ്കിലും അത് ഭയങ്കര മനോഹരമാണെന്ന് ഞാൻ വായിച്ചറിഞ്ഞു. എനിവേ, ഈ വാട്ടർഫോളിൽ 2 പൗണ്ടാണ് ഒരാൾക്ക് കയറുന്നതിന് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് വേർത്തായിട്ട് കാണേണ്ട ഒരു പ്ലേസ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല. പക്ഷേ നിങ്ങൾ വെയിൽസിൽ പോയിട്ട് നിങ്ങൾ വാട്ടർഫോൾസ് ഒന്നും കണ്ടില്ല എങ്കിൽ ഈ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് അത് കാണാനും അത് എൻജോയ് ചെയ്യാനും വാട്ടർഫോൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. പക്ഷേ നിങ്ങൾ വെയിൽസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വാട്ടർഫോൾസും അല്ലാതെ റിവേഴ്സും ഒക്കെ ഒത്തിരി കാണാൻ പറ്റും. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കാണണമെന്ന് ഞാൻ പറയില്ല. എന്നിരുന്നാലും ഈ വാട്ടർഫോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഫാമിലിയുമായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പോയി അവിടെ ഇങ്ങനെ കാമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്.
ഞങ്ങൾ പോയ ദിവസം അങ്ങനെ തിരക്കൊന്നുമില്ലായിരുന്നു. സോ ഞങ്ങൾക്കവിടെ കാമായിട്ട് എൻജോയ് ചെയ്യാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ കഴിഞ്ഞു. വെയിൽസിലെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൾ ചെയ്യുന്ന ഒരു വാട്ടർഫോളാണിത്. ഇതിൻ്റെ ഹൈറ്റ് 42 മീറ്റർ ആണ്. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് വളരെ കുറവാണ് കേട്ടോ. ഇത് സ്നോഡൗണിയ നാഷണൽ പാർക്കിൻ്റെ ജസ്റ്റ് സൈഡിലായിട്ടാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. കാരണം നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു സ്നോഡൗണിയ നാഷണൽ പാർക്ക്. അത് വർത്ത് വിസിറ്റിംഗ് ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഇവിടെ കയറുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ല. അങ്ങനെ അവിടെയും ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് എത്തി. ഇതാണ് മെനായ് സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ? ഇതാണ് വേൾഡിലെ ഫസ്റ്റ് മേജർ സസ്പെൻഷൻ ബ്രിഡ്ജ്. 1826 ഉണ്ടാക്കിയ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് തോമസ് ടെൽഫോർഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ പോയപ്പോൾ ഇതിന് മുകളിൽ കൂടെ വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. കാരണം ചില പ്രോബ്ലംസ് ആ ബ്രിഡ്ജിലുള്ളത് കൊണ്ട് അത് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിന് ടോട്ടൽ 416 മീറ്ററോളം നീളമുണ്ട്. ഈ രണ്ട് മെയിൻ പില്ലേഴ്സ് തമ്മിൽ 176 മീറ്ററിൻ്റെ ഡിസ്റ്റൻസുമുണ്ട്. ഇനി പോകുന്ന സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കാരണം ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ ഈ വെയിൽസ് ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ വെറുതെ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. നിങ്ങൾക്ക് കാണാം അതിവിടെ ഒരു ചെറിയ ഐലൻഡും ഒക്കെയുണ്ട്. ഞങ്ങൾ ആ പോയ വഴിക്ക് ഞങ്ങൾ അന്നേരം ആ ലൊക്കേഷനൊക്കെ ഇട്ട് ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. എങ്കിലും പിന്നീട് ഞാനത് മറന്നുപോയി. പിന്നെ ഇവിടുത്തെ വീടുകൾ കാണാൻ വേറൊരു ഭംഗിയാണ്. നമ്മുടെ ഇവിടെയുള്ള, അതായത് ഞാൻ നോട്ടിംഗ്ഹാമിലാണ്, നോട്ടിംഗ്ഹാമിലുള്ള അതുപോലത്തെ വീടുകളൊന്നും അല്ല അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് ഇച്ചിരി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ ഞാൻ കാണാൻ ഇടയായി. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു മനോഹരമായ ഒരു ക്ലിഫിൻ്റെ സൈഡിലെത്തി.
ഇത് ഞങ്ങൾ കുറേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഈ ക്ലിഫിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഒത്തിരി ഡ്രൈവ് ചെയ്യണം. അത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ നമുക്കതിൻ്റെ വീഡിയോ എടുക്കാമെന്ന്, പക്ഷേ അത് വൺ വേ ആയിരുന്നു, ഞങ്ങൾക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പോയ വഴിയിൽ ഞങ്ങൾ ഒരിടത്ത് നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം അത് എൻജോയ് ചെയ്തു. ആ സൺസെറ്റ് കാണാൻ വളരെ രസമായിരുന്നു, വളരെ മനോഹരമായിരുന്നു. ഞാൻ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെയാണ് ഈ വീഡിയോയുടെ ഈ ക്ലിപ്പ് ഇടുന്നത്. നല്ല സൺലൈറ്റ് ആയിരുന്നു, നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ട് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടമായി ആ സൺസെറ്റും ആ വാട്ടറും ആ ഒരു പ്രത്യേക ഭംഗിയും കാറ്റും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ വേർത്തായിട്ട് കാണേണ്ട ഒരു പ്ലേസാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഞാൻ ഈ പറഞ്ഞ പ്ലേസ് എങ്ങനത്തെയാണ്. നമ്മൾ ആ ചുറ്റി ഇങ്ങനെ വരണം, നമ്മൾ ആ ലാൻഡ് ചുറ്റും. നല്ല രസമാണ് കേട്ടോ. അത്രയും ഭാഗം ഫുൾ ക്ലിഫാണ്. ആ ഒരു ടേണിംഗ് പോയിന്റ് കണ്ടില്ലേ, അവിടുന്ന് പിന്നെ വൺ വേ ആണ്, നമുക്ക് പിന്നെ തിരിച്ചൊരു പോക്കില്ല അങ്ങോട്ട്. നമ്മുടെ ലൈഫിൽ ചില സന്ദർഭങ്ങളിൽ ഈ സിറ്റി ലൈഫൊക്കെ വിട്ട് ഇച്ചിരി കാമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഇങ്ങനെ കുന്നുകളും മലകളും വാട്ടറും ഒക്കെയുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഡെഫിനറ്റ്ലി പോകേണ്ട ഒരു പ്ലേസാണ് ഈ നോർത്ത് വെയിൽസ് ആൻഡ് സ്നോഡൗണിയ. ഇതെല്ലാം കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ ഞങ്ങളൊരു ചെറിയ ബീച്ച് കാണാൻ പോയി. നല്ല കാറ്റുണ്ടായിരുന്നത് കൊണ്ടും കൂടെ കുഞ്ഞുള്ളത് കൊണ്ടും ഞങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല.
സത്യം പറഞ്ഞാൽ സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ സന്ധ്യയായി. ഞങ്ങൾക്ക് തിരികെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ യാത്രകളൊക്കെ നിർത്തി തിരിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് യാത്രയായി. നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി അത് കാണേണ്ടതാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി വെയിൽസിൽ പോയാൽ ഒത്തിരി ഇഷ്ടപ്പെടും. ഞങ്ങൾ അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഞാൻ വീഡിയോയിൽ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതെന്നോട് കമൻറ്റിലൂടെ അല്ലെങ്കിൽ മെസ്സേജിലൂടെ പറഞ്ഞു തരിക. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ദൈവം നിങ്ങൾക്കും ഇതുപോലെ ഒത്തിരി ബ്ലെസ്സിങ്സും നല്ലതായിട്ട് ട്രാവൽ ചെയ്യാൻ ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോയിൽ പുതിയ പ്ലേസുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.